സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? രാജ്യത്തെ ഞെട്ടിക്കുന്ന ഭീകര ശൃംഖല തകർത്തപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു. സ്വാതന്ത്ര്യദിനം രാജ്യം മുഴുവൻ അഭിമാനത്തോടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ദിവസം, രാജ്യത്തിന്റെ ഓരോ കോണിലും ദേശഭക്തിയുടെ ശബ്ദം ഉയർന്ന ദിവസം. അതേ നിമിഷം തന്നെ നമ്മുടെ ഈ മണ്ണിൽ നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ചോരയിൽ മുക്കാൻ പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയും അവരുടെ കൂട്ടാളികളും എന്തൊരു ഭീകരമായ ഗൂഢാലോചനയാണ് നടത്തിയതെന്നറിയാമോ? സ്വന്തം രാജ്യത്തിന്റെ ചോറ് തിന്ന് ഇതേ മണ്ണിൽ ജീവിച്ചുകൊണ്ട് തന്നെ ചതിയുടെ കത്തിയുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട രാജ്യദ്രോഹികൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ ശവപ്പറമ്പാക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്ന് പ്ലാൻ ചെയ്ത ആ ഭീകര പദ്ധതി കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച കൊടും ചതി. പക്ഷെ ഒന്ന് ഓർക്കുക, ഇത് ഉറങ്ങിക്കിടക്കുന്ന പഴയ ഇന്ത്യയല്ല. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വട്ടമെങ്കിലും കണ്ണുരുട്ടിയാൽ പിന്നെ വേരോടെ പിഴുതെറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉറച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ കസേരകൾ വെറുതെ ഇരിക്കില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കച്ചയിട്ട് ഇറങ്ങിയ കേന്ദ്ര ഏജൻസികൾ ആ പാക് ചാരന്മാരെ കയ്യോടെ പൊക്കിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആന്റി ടെറർ വേട്ട. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മുടെ കേരളത്തിൽ നിന്നും പിടിയിലായ രാജ്യദ്രോഹികൾ ആരൊക്കെയാണ് നോക്കാം. സംഗതി വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതായത്, നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ആവേശത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് രാജ്യത്ത് നടുക്കുന്ന മറ്റൊരു സത്യം പുറത്തു വരുന്നത്. പാക് ചാരസംഘടനയായ ISIയും ജെയ്ഷെ മുഹമ്മദും ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ തന്നെ ചോരയിൽ മുക്കാൻ തന്നെ വലിയൊരു പദ്ധതിയാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നറിയാമോ? ഇവിടെയാണ് ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന് പറയുന്ന പാക് ഭീകര ശൃംഖല രംഗപ്രവേശനം ചെയ്യുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരേ സമയം സ്ഫോടന പരമ്പരകൾ നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഭാഗ്യത്തിന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യസമയത്ത് ഇതിന്റെ രഹസ്യ വിവരം ലഭിച്ചു. പിന്നെ നടന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഓഗസ്റ്റ് 12-ന് സുരക്ഷാ സേനയും ഇന്റലിജൻസ് സംസ്ഥാന പോലീസും എല്ലാം ചേർന്ന് നടത്തിയ ജോയിന്റ് റെയ്ഡിൽ വലയിലായത് ഏതാണ്ട് 250-ലധികം ഭീകരന്മാരാണ്. ഇതിൽ 200 പേരുടെ അറസ്റ്റ് ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, IEDകൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും മറ്റും കൃത്യമായി നിരീക്ഷിക്കാൻ ഇവർ രഹസ്യമായി CCTV ക്യാമറകൾ വരെ സ്ഥാപിച്ചിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ സാധാരണ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു വലിയ ചതി നടക്കുകയായിരുന്നു. ഇനി ഈ ശൃംഖല രാജ്യത്ത് എവിടെയൊക്കെ പടർന്ന് പന്തലിച്ചിരുന്നു എന്നറിയാമോ? ഏതാണ്ട് 14 സംസ്ഥാനങ്ങളിലാണ് ഇവർ വേരോടിയിരുന്നത്. കണക്കുകൾ കേട്ടാൽ ഞെട്ടും. ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം 62 പേരാണ് പിടിയിലായത്. ഹരിയാനയിൽ 52, ഡൽഹിയിൽ 51, പഞ്ചാബിൽ 44, രാജസ്ഥാനിൽ 15, മഹാരാഷ്ട്രയിൽ 8, ഉത്തരാഖണ്ഡിൽ 5. അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 3 വീതവും, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, നമ്മുടെ സ്വന്തം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 2 വീതം ഭീകരരുമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കേരളത്തിൽ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ഈ സംഘവുമായി ബന്ധമുള്ള 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തിരുനാവായയിലെ മഹാമഹോത്സവത്തിൽ വലിയൊരു ഭീകരാക്രമണം നടത്താൻ വേണ്ടി 9000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ എത്തിച്ച മുഖ്യ സൂത്രധാരൻ TA ഹാരിസിനെ NI കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൊക്കിയിരുന്നു. ആ കേസിൽ തന്നെ 10ഓളം പേർ അകത്തായിട്ടുണ്ട്. അതിന്റെ ബാക്കി തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഷെഹദാസ് ഭട്ടി സംഘത്തിലെ മറ്റ് 2 പേർ കൂടി നമ്മുടെ നാട്ടിൽ നിന്ന് വലയിലായിരിക്കുന്നത്. ഇനി ഒന്നുറപ്പാണ്, നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ ഈ സമയബന്ധിതമായ ഇടപെടലും അതീവ ജാഗ്രതയുമാണ് അന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മയെല്ലാം രക്ഷിച്ചത്. ഇത്രയും വലിയൊരു ഭീകര ശൃംഖല എങ്ങനെയാണ് ഇത്രയും നാൾ നമ്മുടെ കണ്ണുവെട്ടിച്ച് ഇത്രയധികം സംസ്ഥാനങ്ങളിൽ വേരുറപ്പിച്ചത് എന്ന് നോക്കാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമുള്ളത്. ഇവർ വെവ്വേറെ പ്രവർത്തിക്കുകയായിരുന്നില്ല, മറിച്ച് കൃത്യമായ ഒരു നെറ്റ്വർക്ക് ആയിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ഒരു കോക്രോച്ച് സമരം ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ സമരത്തിന്റെയൊക്കെ മറവിൽ നുഴഞ്ഞു കയറി രാജ്യത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 12 പേരെ സുരക്ഷാ ഏജൻസികൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പൊക്കിയിരുന്നു. അതായത്, കുട്ടികളെ പോലും ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇവർ മടിച്ചിരുന്നില്ല എന്നർത്ഥം. ഇവിടെയാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെയും ആഭ്യന്തര വകുപ്പിന്റെയും സ്പീഡ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. രഹസ്യ വിവരം കിട്ടിയ നിമിഷം മുതൽ സംസ്ഥാന പോലീസും എല്ലാം നടത്തിയ
ആ പെർഫെക്റ്റ് കോർഡിനേഷനിൽ ഇല്ലായിരുന്നെങ്കിൽ ഓഗസ്റ്റ് 15-ന്റെ ആഹ്ലാദങ്ങൾ എങ്ങോട്ട് മാറുമായിരുന്നു എന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. സൈനിക കേന്ദ്രങ്ങളും പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ലക്ഷ്യമിട്ട് കൃത്യമായ പ്ലാനോടെ നീങ്ങിയ ആ പാക് ചാരന്മാരുടെ കണക്കുകൂട്ടലുകളാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഈ ഒരു നീക്കത്തിൽ തകർന്ന് തരിപ്പണമായത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ അതിർത്തികളിൽ മാത്രമല്ല വീടിനുള്ളിൽ പോലും ചാരന്മാരെ ഒളിപ്പിച്ച് നമ്മെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കൾക്കെതിരെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഓപ്പറേഷൻ. ഈ രാജ്യദ്രോഹികൾക്ക് ഇനി ഒരിക്കലും തലപൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ നിയമ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഭീകരവാദം എന്നത് എല്ലായ്പ്പോഴും അതിർത്തി കടന്ന് തോക്കുമായി വരുന്ന ഒരാളുടെ മുഖം മാത്രമല്ല, അതിർത്തിക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു ഹാൻഡ്ലർ ഉണ്ടാകാം, അതിന് ഇവിടെ പണം സ്വീകരിക്കുന്ന ഒരാളുണ്ടാകാം, വിവരങ്ങൾ സ്വീകരിക്കുന്ന ഒരാളുണ്ടാകാം, ആയുധങ്ങൾ എത്തിക്കുന്ന ഒരാളുണ്ടാകാം, സൈനിക കേന്ദ്രങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളുണ്ടാകാം. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് രൂപപ്പെട്ടാൽ അതാണ് യഥാർത്ഥ അപകടം. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ എല്ലായ്പ്പോഴും അതിർത്തി കടന്ന സൈനികൻ വരണമെന്നില്ല. ചിലപ്പോൾ പുറത്തു നിന്നുള്ള ശത്രു ചെയ്യുന്നത് മറ്റൊന്നാണ്. അവൻ രാജ്യത്തിനുള്ളിൽ തന്നെ ആളുകളെ കണ്ടെത്തും, അവരെ പണം കൊടുത്ത് ഉപയോഗിക്കും, അവരെ നിരീക്ഷണത്തിന് നിയോഗിക്കും, ആവശ്യമായ സാധനങ്ങൾ എത്തിക്കും, അവസാനം ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകും. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും 253 പേരുടെ അറസ്റ്റ് എന്ന വാർത്തയല്ല, ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. റിപ്പോർട്ടുകൾ പറയുന്നത് സൈനിക കേന്ദ്രങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായാണ്. ഇനി പാകിസ്ഥാനിലെ ചിലർക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഭൂപടത്തിൽ ഇന്ത്യയെ നോക്കി വിരട്ടിയാൽ ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് കരുതുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതിർത്തിക്കപ്പുറം ഇരുന്ന് പ്ലാൻ തയ്യാറാക്കി ഇന്ത്യക്കുള്ളിൽ ആളുകളെ കണ്ടെത്തി ആയുധം എത്തിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ ആക്രമണം നടത്താമെന്ന് കരുതി. പക്ഷേ പ്ലാൻ തയ്യാറാക്കിയവർക്ക് മുമ്പേ ഇന്ത്യയിലെ ഏജൻസികൾ പ്ലാൻ വായിച്ചു കഴിഞ്ഞിരുന്നു. ഇനി പാകിസ്ഥാനിൽ അടുത്തതായി എന്തായിരിക്കും നടക്കുക എന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാം. അവിടെ അസീം മുനീറും ഷഹബാസ് ഷെരീഫും ക്യാമറയ്ക്ക് മുന്നിൽ വരും. മുഖത്ത് വലിയ ഗൗരവം, രാജ്യത്തെ ജനങ്ങളോട് പറയും, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ വലിയ വലിയ ഡയലോഗുകൾ. പക്ഷേ ചോദ്യം ഇതാണ്, എല്ലാം കഴിഞ്ഞിട്ടും ഇതേ ഡയലോഗ് തന്നെ എത്ര വർഷമായി കേൾക്കുന്നു? ഇന്ത്യയിൽ ഏതെങ്കിലും ഭീകര ശൃംഖല പിടിക്കപ്പെടും, പാകിസ്ഥാനുമായി ബന്ധമുള്ള തെളിവുകൾ പുറത്തുവരും, അപ്പോഴേക്കും അവിടെ നിന്ന് വരും അതേ പഴയ പ്രതികരണം, ഇത് പാകിസ്ഥാൻ അല്ല, ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ മണ്ണിൽ കയറി എന്തും ചെയ്യാം, ആരെയും ഉപയോഗിച്ച് എന്തും പ്ലാൻ ചെയ്യാം, ആക്രമണം നടത്താം, രക്ഷപ്പെടാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെച്ചേക്കണം. ഏത് വലിയ കൊമ്പനായാലും ശരി, എത്ര വലിയ നെറ്റ്വർക്ക് ആയാലും ശരി, എത്ര ദൂരത്ത് നിന്ന് നിയന്ത്രിച്ചാലും ശരി, ഇന്ത്യൻ മണ്ണിൽ രാജ്യത്തിനെതിരെ കളിക്കാൻ ഇറങ്ങിയാൽ നിയമത്തിന്റെ കൈ അവിടെ എത്തും. കേന്ദ്ര സർക്കാർ നോക്കി നിൽക്കില്ല, സുരക്ഷാ ഏജൻസികൾ വെറുതെ ഇരിക്കില്ല. പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ പൊളിയുന്ന കാലമാണിത്. അതുകൊണ്ട് ആരൊക്കെയാണോ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താമെന്ന് കരുതുന്നത് അവർ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളൂ, ഇത് ഇന്ത്യയാണ്. ഇവിടെ രാജ്യത്തിനെതിരെ കളിച്ചാൽ നിയമം നിങ്ങളെ തേടിയെത്തും. സ്വാതന്ത്ര്യദിനം പോലൊരു നിർണായക ദിവസത്തിന് മുമ്പ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി സുരക്ഷാ ഏജൻസികളെ ഏകോപിപ്പിച്ച് നടപടി നടത്താൻ കഴിഞ്ഞത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഗൗരവം കാണിക്കുന്ന വലിയൊരു കാര്യമാണ്. മോദി സർക്കാരിന്റെ സമീപനത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.